അടിപൊളി പടം. ഞാൻ പറഞ്ഞല്ലോ എന്താണ് കേരളത്തിൻ്റെ റെബൽ കിങ് ഉണ്ണിമുന്തനായിട്ടുണ്ട്. അവിടെ ഏറ്റവും ഞാൻ ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഉണ്ണിമുന്തൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു കരിയർ ചേഞ്ചിങ് തന്നെയായിരിക്കും ഉണ്ണിമുന്തൻ്റെ. നമ്മുടെ ഒരു റെബലിൻ്റെ ഒരു എക്സ്ട്രീം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി നമ്മളെ. അത്രയ്ക്ക് ഒരു റെബൽ കിങ്ങിനെ അത്ര ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട് അതിൽ കൂടെ. KGF ലെവലായോ? KGF വേറെ, ഇത് വേറെ. KGF പോലെ ഇത് നമുക്ക് KGF നമുക്ക് എല്ലാം കണ്ടിരിക്കും. നമുക്ക് ചില സമയത്ത് കണ്ണങ്ങനെ അടച്ചു പോകും നമ്മൾ. അമ്മാതിരി വയലൻസ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം വയലൻസ് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. നമുക്ക് അങ്ങനെയല്ല, നമ്മള് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പടം അറിയില്ല. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഒരു സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പൊ ചെറിയൊരു വയലൻസ് സീൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇത് അതിന്റെ 10 times ഔട്ട്പുട്ടാണ് തന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു അടിപൊളി. നമ്മളൊരു വയലൻസ് ആണെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഇത്രയും വയലൻസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ബ്രൂട്ടൽ സീൻസ് ഒക്കെ അങ്ങനെ ഫുൾ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതില്. ഫുൾ ഒരു സെക്കൻഡ് ഹാഫ് കുറേ ബ്രൂട്ടൽ സീൻസ് ഉണ്ട്. നമ്മൾ തന്നെ കണ്ണടച്ചു പോകും, മനുഷ്യരുള്ള എല്ലാവരും കണ്ണടച്ചു പോകും. അത്രയ്ക്ക് ആ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് ഈ സിനിമ. അടിപൊളി മേക്കിംഗ് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അതിൽ സ്റ്റാർട്ടിങ് തൊട്ടാണെങ്കിൽ ഒരു ലാഗിങ് ഇല്ല. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മൂവി കണ്ടിരിക്കുന്നത് നമുക്ക്. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളും ചെറിയ കുട്ടികളായിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത് പറ്റുന്നില്ല. പിന്നെ ഒരു ഫിലിമിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഇംഗ്ലീഷ് മൂവി ആണെങ്കിൽ ഒരു ത്രില്ലിലാണ് ഫൈറ്റൊക്കെ. നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അതാണ് പറഞ്ഞത്. അത് മേക്കിംഗ്, അത് ഫൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും പറയല്ല. ബാക്കി ക്യാമറ വർക്ക്, ബാധകളൊക്കെ അത് ഉണ്ണിയുടെ ഫൈറ്റൊക്കെ ആണെങ്കിലും നല്ല കലക്കം ഫൈറ്റാണ്. ശരിക്കും ഒരു എന്താ പറയുക, പക്ക ഫൈറ്റിങ് ആണ്. രസമായിട്ടുണ്ട്. മൂവി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. പടത്തിൻ്റെ ഫുൾ മേക്കിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി. രക്ഷയില്ലാത്ത വയലൻസ് ആണ്. അതപ്പോൾ എങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയോ? അതെ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുമെന്ന് കരുതിയിരുന്നോ? ഉണ്ണിമുകുന്ദൻ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഹോളിവുഡിലെല്ലാം കാണുന്ന ഒരു ആക്ഷൻ ഹീറോ പോലെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആക്ടേഴ്സും നന്നായിട്ടുണ്ട്. ഈ അനിമലിന് ശേഷം ഏറ്റവും വലിയൊരു വയലൻസ് ചിത്രമാണ് അത് നമ്മുടെ കേരളത്തിൽ നിന്ന്. കേരളത്തിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇന്നത്തെ ഒരു ഫിലിം ഉണ്ടായിട്ടില്ല. ഇന്ത്യ ഒട്ടാകെ ചർച്ചയാവാൻ സാധ്യതയുണ്ടോ? വളരെ വളരെ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു 1000 കോടി പ്രതീക്ഷിക്കാമോ സിനിമയ്ക്ക്? ഓഡിയൻസ് തീരുമാനിക്കട്ടെ. എങ്കിലും ചേച്ചി ഇനിയും വന്ന് കാണുമോ? റിപ്പീറ്റ് വാല്യൂ ഉള്ള എൻ്റെ മകൻ ഇതിൽ ഡെബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇഷാൻ വിക്ടർ ആർക്കുമായിട്ടുള്ള. ഓക്കെ ഹി വാസ് നൈസ് ഇൻ ദാറ്റ് ഫിലിം. അപ്പം ഓക്കെ. നല്ല പടമാണ്. നല്ല കിഡില് മേക്കിംഗ് ഉണ്ട്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന സൈനുണ്ട്. അതാണ് ജഗദീഷിന്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിരിക്കും അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് എല്ലാവരുടെയും കരിയർ ബെസ്റ്റ് എന്ന് പറയാം. ഉണ്ണിമുന്തന് മെയിനായിട്ട് എക്സ്പെഷ്യലി ഉണ്ണിമുന്തന് കരിയർ ബെസ്റ്റ് ആണ്. ആ മികായലിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. പോയി അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഓഡിയൻസ് നല്ല ഞാനൊക്കെ മിസ്സിലടിച്ച് മരിച്ചെന്ന് പറയാം. ഇടയ്ക്കൊക്കെ BGM ഒക്കെ ഇതിലുണ്ട്. ബേബിജീൻ്റെ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, ബ്ലഡ് എന്ന് പറഞ്ഞൊരു അതൊക്കെ പറഞ്ഞ കിടില്ല. അതൊക്കെ അടിപൊളിയാണ്. പോരാ, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഫുൾ വയലൻസ് ആണ്. ഒരു കൊച്ചു പിള്ളേർക്കൊന്നും കാണാൻ പറ്റിയ പടമല്ല. കാരണം അത്രക്കും എന്താ പറയുക, അത്രക്കും വയലൻസ് ആണ് പടം. അടി ഇടി അത് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഹാഫിൽ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് മ്യൂസിക്കൊക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക് കാര്യങ്ങളൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പക്ക വയലൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത വയലൻസ് ആണ്. ഉണ്ണിമുകുന്ദൻ്റെ നല്ല ആക്ഷനൊക്കെ കൊള്ളാം. പക്ഷേ പ്രത്യേക സ്റ്റോറി ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? ആ കുഴപ്പമില്ലാതെ ഒരു വയലൻസ് പ്രതീക്ഷിച്ചിട്ട് വന്നാൽ അതുണ്ട് സെക്കൻഡ് ഹാഫിൽ. വയലൻസ് മാത്രമേ ഉള്ളൂ. ഒരു ഫാമിലി ടച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇമോഷനൊന്നും അത്ര വർക്കായിട്ടില്ല. വയലൻസും ഓക്കെയാണ്. നല്ല പക്ക ഫൈറ്റിംഗ് ഉണ്ട്. സ്റ്റൈലിഷ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്റ്റൈലിഷ് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച കുറച്ച് സ്ലോ ലെവലിലൊക്കെ വരുന്നു, പക്ഷെ അതൊന്നുമില്ല. ഉണ്ണിമുകുന്ദൻ പറയാൻ സിഗരറ്റ്
അത്ര ഒന്നുമില്ല അങ്ങനത്തെ സൈക്കോ കഥ അങ്ങനത്തെ ഒന്നല്ല, നായകൻ അങ്ങനത്തെ സൈക്കോ ഒന്നല്ല. ഒരു വയലൻസ് മൂവി അത്രേ ഉള്ളൂ, അല്ലാതെ സൈക്കോ ഒന്നല്ല നായകൻ. സാധാ ലെവലിൽ തന്നെ ഒരു പ്രതികാരം കഥ. സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, പക്ഷേ എന്നാലും നമുക്കൊരു ഇമോഷണൽ ടച്ച് വരുന്നില്ല സ്ക്രിപ്റ്റിൽ. കുറച്ച് ഇമോഷൻ കയറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു ടച്ച് കിട്ടിയില്ല. വയലൻസ് ഉണ്ട്, ഫാമിലി കണ്ടിരിക്കാൻ പറ്റില്ല. ഫാമിലിക്കൊന്നും അത്ര ഇത് പിടിക്കില്ല. ഒരു എന്താ പറയുക, ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്ന, വയലൻസ് ഇഷ്ടപ്പെടുന്നവർ കണ്ടില്ല. അത് കൊച്ചു കുട്ടികളൊന്നും ഈ പടം കാണിക്കാൻ, സ്ത്രീകൾക്കൊന്നും ചില ഒരു സീനൊന്നും ഉണ്ട്, അതൊന്നും കാണാൻ പറ്റില്ല. അത്രക്കൊരു ഇതായിട്ടില്ല.